സിനിമാ കോൺക്ലേവിലെ വിവാദ പരാമർശങ്ങളിൽ പ്രതികരിച്ച അടൂർ ഗോപാലകൃഷ്ണൻ താൻ ആരെയും അധിക്ഷേപിച്ചിട്ടില്ല. സിനിമ എടുക്കണമെങ്കിൽ ആഗ്രഹം മാത്രം പോരാ, അത് പഠിക്കണം. സർക്കാർ പണം നൽകുന്ന സിനിമ സാമൂഹ്യ പ്രസക്തിയുള്ളതും സാങ്കേതികമായ മികവും വേണം. അതിനാണ് പരിശീലനം നൽകണമെന്ന് താൻ പറഞ്ഞത്. അതിന് തനിക്കെതിരെ പ്രതിഷേധിക്കുന്നത് അവരുടെ വിവരമില്ലായ്മ കൊണ്ടാണെന്നും അടൂർ വ്യക്തമാക്കി. സിനിമാ കോൺക്ലേവിലെ വിവാദ പരാമർശങ്ങളിൽ പ്രതികരിച്ചിരിക്കുകയാണ് അടൂർ ഗോപാലകൃഷ്ണൻ. താൻ ആരെയും അധിക്ഷേപിച്ചിട്ടില്ല. സിനിമ എടുക്കണമെങ്കിൽ ആഗ്രഹം മാത്രം പോരാ, അത് പഠിക്കണം. സർക്കാർ പണം നൽകുന്ന സിനിമ സാമൂഹ്യ പ്രസക്തിയുള്ളതും സാങ്കേതികമായ മികവും ഉള്ളതുമാവണം. അതിനാണ് പരിശീലനം നൽകണമെന്ന് താൻ പറഞ്ഞത്. അതിന് തനിക്കെതിരെ പ്രതിഷേധിക്കുന്നത് അവരുടെ വിവരമില്ലായ്മ കൊണ്ടാണെന്നും അടൂർ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണ്. സിനിമാ കോൺക്ലേവിലെ വിവാദ പരാമർശങ്ങളിലാണ് ഇപ്പോൾ പ്രതികരണവുമായി അടൂർ ഗോപാലകൃഷ്ണൻ എത്തിയിരിക്കുന്നത്. താൻ ആരെയും അധിക്ഷേപിച്ചിട്ടില്ല. സിനിമ എടുക്കണമെങ്കിൽ ആഗ്രഹം മാത്രം പോരാ, അത് പഠിക്കണം. സർക്കാർ പണം നൽകുന്ന സിനിമ സാമൂഹ്യ പ്രസക്തിയുള്ളതും സാങ്കേതികമായ മികവുമുള്ളതാകണം. അതിനാണ് പരിശീലനം നൽകണമെന്ന് താൻ പറഞ്ഞത്. അതിന് തനിക്കെതിരെ പ്രതിഷേധിക്കുന്നത് അവരുടെ വിവരമില്ലായ്മ കൊണ്ടാണെന്നും അടൂർ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണ്. ഞാൻ ഒരിടത്തും ദളിതരെയും സ്ത്രീകളെയും മോശമായി പറഞ്ഞിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ട്രെയിനിങ് നൽകണമെന്നാണ് താൻ പറഞ്ഞത്. താൻ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ട്രെയിനിങ്ങും ഇല്ലാത്തവർക്കാണ് പണം നൽകുന്നത്. നല്ല ധാരണയായിട്ട് വേണം സിനിമ എടുക്കാൻ. ഒരു സിനിമ എടുത്ത് അബദ്ധമായി പോകരുതെന്നടക്കമുള്ള കാര്യങ്ങളാണ് താൻ ഉദ്ദേശിച്ചത് എന്നാണ് അടൂർ ഗോപാലകൃഷ്ണൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. താൻ ആരെയും അധിക്ഷേപിച്ചിട്ടില്ല. സിനിമ എടുക്കണമെങ്കിൽ ആഗ്രഹം മാത്രം പോരാതെ പഠിക്കണം എന്നതാണ് പറഞ്ഞിരിക്കുന്നത്. സർക്കാർ പണം നൽകുന്ന സിനിമ സാമൂഹ്യ പ്രസക്തിയുള്ളതും സാങ്കേതികമായ മികവും വേണം. അതിനാണ് പരിശീലനം നൽകണമെന്ന് താൻ പറഞ്ഞത്. അതിന് തനിക്കെതിരെ പ്രതിഷേധിക്കുന്നത് അവരുടെ വിവരമില്ലായ്മ കൊണ്ടാണെന്നുമാണ് അടൂർ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. സിനിമാ കോൺക്ലേവ് വേദിയിലെ വിവാദ പരാമർശത്തിൽ അടൂർ ഗോപാലകൃഷ്ണനെതിരെ പരാതി. സാമൂഹിക പ്രവർത്തകൻ ദിനുവേൽ നൽകിയ പരാതിയിലാണ് മ്യൂസിയം പോലീസ് കേസെടുത്തത്. അടൂരിന്റെ പരാമർശങ്ങൾ SC/ST ആക്ട് പ്രകാരം കുറ്റകരമാണെന്നാണ് പരാതി. വിവരങ്ങളുമായി D ബിനോയ് ചെയ്യുന്നുണ്ട്. ബിനോയ്, SC/ST കമ്മീഷനും ഇപ്പോൾ പരാതി നൽകിയിട്ടുണ്ട്. ഈ ഒരു സമയം അടൂർ ഗോപാലകൃഷ്ണന്റെ വിശദീകരണം അടക്കം വരുന്ന ഒരു സാഹചര്യമാണ്. കൂടുതൽ വിവരങ്ങൾ. ഇന്ന് രാവിലെയാണ് മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ ഇമെയിൽ വഴി ദിനുവേൽ പരാതി നൽകിയിരിക്കുന്നത്. SC/ST ആക്ട് അനുസരിച്ച്, അതായത് പൊതുവേദിയിൽ വെറുപ്പുളവാക്കുന്ന തരത്തിലെ സംഭാഷണം, ഒപ്പം അവഹേളിക്കൽ തുടങ്ങിയ 2